ഞാൻ നിങ്ങൾക്ക് ഒരു വോയിസ് റെക്കോർഡ് ഇപ്പൊ കേൾപ്പിച്ചു തരാം. നിങ്ങൾ കേട്ടോ നോക്കണേ. ഇവര് പറയുന്നുണ്ട് ഇവരെന്തൊരു സ്വർണ്ണമെന്നും കുട്ടിയുടെ അടുത്ത് ചോദിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു വോയിസ് റെക്കോർഡ് ഇപ്പൊ കേൾപ്പിച്ചു തരാം. ഇപ്പൊ എന്റെ മാലയും കുലുസും വളയും തിരികെ വേണം. എവിടെ നിന്നുണ്ടാക്കി ആരുണ്ടാക്കി? പുഴുത്ത തള്ളേനെ വേണ്ടാന്നുണ്ടെങ്കിൽ പുഴുത്ത തള്ളേരെ മുതലൊന്നും തരുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ അവിടെ ഇരുന്ന എല്ലാം പ്രൊമോഷൻ വർക്കിനായാലും എനിക്ക് എല്ലാവരും പാവത്തം കരുതി തന്നതായാലും എല്ലാ ഡ്രസ്സുകളും ബർത്ത് സർട്ടിഫിക്കറ്റും ആധാറും കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം മിനിഞ്ഞാന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കമന്റിലൂടെ എന്നെ വേദനിപ്പിക്കുകയാണ്. അവർക്ക് ഇങ്ങനെ ഒരു ചാനലുണ്ട്, അല്ലെങ്കിൽ കമന്റിലൂടെ എന്നിട്ട് ഞാൻ ഹൈഡ് ചെയ്തു. എന്നിട്ട് ഞാൻ വാർണിംഗ് കൊടുത്തപ്പോഴേ വീണ്ടും വേറെ ഐഡിയയിൽ വന്നിട്ട് കമന്റ് ഇടണം. ആ 2 കമന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, തള്ള അഴുക്കുകയാണെങ്കിൽ മോളും അഴുക്ക തന്നെയാണ്. തള്ള നല്ലതാണെങ്കിൽ മോളും നല്ലതാണ്. അപ്പോഴത്തേക്ക് ഇത് ഷംസിന്റെതാണെന്നും അത് സനോഫറിന്റെ ആണെന്നും ലോകം എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ 96 മാപ്പിളയിൽ ഏതിലുള്ളതാണ് മസ്റൂറ? നിങ്ങൾ തന്നെ പറ. തള്ള പറയുന്നുണ്ട് 100 മാപ്പിളയിലൂടെ പുറത്താണെന്ന്. ഇക്ക ഈ കുഞ്ഞാരത്? ഇന്ന് കറാൻകുട്ടി എന്ന് പറഞ്ഞു. കറാൻകുട്ടി കറാൻകുട്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഏതിലുള്ളത്? എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്തിയെ? തള്ളയുടെ അടുത്ത് തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്തി? എന്നെ സമൂഹത്തിൽ കൊള്ളരുതാത്തോളായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചു ഒരു തീര ചാനലിലൂടെ. നിങ്ങള് ചൈൽഡുകാര് നിങ്ങൾക്ക് സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അസൂറാത്താന്റെ ആ ഒരു വാക്ക് മാനിച്ച് ഞാൻ നിങ്ങളിൽ വിട്ടു തന്നത്. അവൾ അവിടെ എനിക്ക് സന്തോഷമായിട്ടിരിക്കണേ, സന്തോഷമായിരിക്കും. എന്നിട്ട് കള്ളത്തരം പറഞ്ഞതിന്റെ പേരിൽ എന്തുകൊണ്ട് അവൾ ഇത്രയും നാളും പഠിച്ച സ്കൂളിൽ നിന്ന് ഒരു കംപ്ലൈന്റ് വന്നില്ല? ലൈവിൽ കയറി പലരും പലതും പറയും അല്ലേക്കാ? കോടിക്കണക്കിന് ആൾക്കാർ പലതും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ അവരുടെ അടുത്ത് നമ്പർ കൊടുത്ത എന്തിനാണ്? നിങ്ങൾ വിളിക്കുക 89 213 95 498 എന്നെ വിളിച്ച് പറയണം അല്ലേ? ഏത് കുട്ടിയുടെ ഉമ്മയാണ്, ഏത് കുട്ടിയാണ് നമുക്കറിയില്ല. ഞാൻ അവളെ തിരക്കാനും പറക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. കാരണം അവൾ എനിക്ക് വോയിസ് അയച്ച് നിങ്ങളെ ഒന്നും വേണ്ടെന്ന്. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഡ്രസ് കൊടുത്തു വിട്ടില്ലേ? മേടിച്ചല്ലേ? കാരണം എനിക്ക് വേറെ കുട്ടികളില്ല കൊടുക്കാൻ. അവൾക്കുള്ളതല്ല അവൾക്ക് തന്നെയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു. പക്ഷെ ചൈൽഡുകാരും പറഞ്ഞു എന്താണ്, അവൾക്ക് കാതി കിടക്കണ കമ്മൽ അവിടെ കിടന്നോട്ടെ, അവളെ ദേഹത്ത് കിടക്കണം, അല്ല ഞാൻ ഊരിയിട്ടില്ല. പക്ഷെ ബാക്കി ഒന്നും അവൾക്ക് കൊടുക്കണ്ടാന്ന്. അവള് കിളച്ച അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കിളച്ച പിന്നെ പെരേടം 8.5 9.5 10 ലക്ഷം രൂപയ്ക്ക് 8.5 എങ്ങാണ്ടാണ് എല്ലാവരും കൂടെ എടുത്തുകൂട്ടിയാണ് 30 സെന്റ് വസ്തു മേടിക്കണം. നടവഴിയേ ഉള്ളായിരുന്നു. വഴിക്ക് ഞാൻ ഇട്ട്. ഇന്ന് എന്റെ കയ്യിരുന്ന സ്വർണ്ണങ്ങൾ മൊത്തം കൊണ്ടുപോയി. നിങ്ങൾ 25 പവൻ ഇട്ട് 5.5 6 പവന്റെ സ്വർണം നിങ്ങൾ തന്നെ കൈരളി കൊണ്ടുപോയി വിറ്റത്. 1 ലക്ഷം രൂപ പൈസയൊക്കെ എവിടെ? നിങ്ങൾ പറഞ്ഞ 6 മാസത്തിൽ ഞാൻ മസ്റായം കൊണ്ടുവന്നത്. 6 മാസത്തിലല്ല, 1 വയസ്സിലാണ് മസ്റായം കൊണ്ട് വരുന്നത്. 1 വയസ്സിലെ കേക്ക് ആ വീട്ടിൽ വെച്ചിട്ടാണ് മുറിക്കുന്നത്. ബദറാക്കാരെ വീട്ടിൽ വെച്ചിട്ടാണ്, അതായത് ഈ കല്യാണം നടത്തിയ ആളിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേക്ക് മുറിക്കുന്നത്. 6 മാസം നിങ്ങൾ എന്തായാലും നോക്കി. അപ്പോഴും എന്റെ 4 ലക്ഷം രൂപ അവിടെ കിടക്കാണ്. എവിടാ? തോപ്പില്. ആദ്യം ബാങ്കിലായിരുന്നു, പിന്നെ തോപ്പിലാക്കി. ആ തോപ്പില് റോഡ് പണിക്കാൻ ഇടുന്ന 60,000 മസ്റൂറായം കൊണ്ട് ഞാൻ അവിടെ നിന്ന് സനോഫറിന്റെ കല്യാണത്തിന് പോകുമ്പോ 14,000 സംതിങ് ഒരു വള മേടിച്ചാലും ഞാൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. 14,000 സംതിങ് രൂപ നിങ്ങളെ കയ്യിൽ എണ്ണി തന്ന്. പിന്നെ എന്റെ കല്യാണ ചെലവ് 14,000 രൂപ കാറ്ററിംഗ് സർവീസിന് കൊടുത്തു. പിന്നെ ബാക്കി കുറച്ചു പേരൊക്കെ 2ാം കല്യാണമാണെങ്കിലും പള്ളിയിൽ വെച്ചായിട്ട് പൈസ തന്നു. എന്തെന്നറിയുമോ? നിങ്ങൾ എന്നെ നാറ്റിച്ച് ഇവിടം വരെ കൊണ്ടെത്തിച്ച്. ഇപ്പൊ എന്റെ വയറ്റിലുള്ള ഹറാമാണെങ്കിലേ ഹലാലാണെങ്കിലേ അള്ള തീരുമാനിക്കും. ഒരു പെറ്റ മോള കൂടെ നിങ്ങൾ കാണിക്കുന്ന ക്രൂരത, നിങ്ങളെ അബോഷം ചെയ്യേണ്ടി കൂടെ വന്നില്ലേ? എന്തിനു വന്നു? അപ്പോൾ നിങ്ങൾ ഈ കേട്ടിട്ടുണ്ടല്ലോ, നിജില ഷാൻ പിന്നെ ഉമ്മനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, അവർക്ക് എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞാൽ പോരല്ലേ? എന്തിനാ വെറുതെ യൂട്യൂബിൽ വന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചാൽ ഇങ്ങനെ ഓരോന്ന് വന്ന് പറയുന്നതില്ലേ? അവർ എത്രക്കും ദേഷ്യം എന്താണെന്ന് വെച്ചാൽ 11 വയസ്സായ മോളുണ്ട് കേട്ടോ അവർക്ക്. പിന്നെ മൂത്ത മോളാണ്. അവരുടെ ഉമ്മൻ്റെ ഉപ്പൻ്റെയും കൂടെയാണ്, നിജിലേൻ്റെ ഉമ്മൻ്റെ ഉപ്പൻ്റെയും കൂടെയാണ് ഉള്ളത്. അപ്പോൾ അവരെ പിടിച്ചേർച്ച് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. അവർക്ക് ഇത്ര ദേഷ്യം കാര്യങ്ങളും ഒരു കണക്കിന് നല്ലത് തന്നെയാണ്. അവരുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് ഷാൻ എന്നാണ് കേട്ടോ. അവരുണ്ടല്ലോ കൂടിയും കാര്യങ്ങളൊക്കെ
ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നം സിഗ്നൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അവർക്ക് തന്നെ നല്ല തല്ലും കുത്തും മേലുവേദനയൊക്കെ ആക്കലുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്ഥിതിക്കാർ പിന്നെ 11 വയസ്സായിരിക്കും മോളല്ലേ. അപ്പോൾ അവരുടെ അടിയിൽ നിർത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവളുടെ ഉമ്മി അങ്ങനെ അവരുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയത്. തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 2 അടി നടക്കാനേ ഉള്ളൂ കേട്ടോ അവിടെയാണുള്ളത്. അപ്പോൾ ഒരു കണക്കിന് നല്ലതായിന്നേ പറയാനുള്ളൂ കേട്ടോ. അത്രയും പിന്നെ പ്രശ്നവും കാര്യങ്ങളും കുടിച്ചൊക്കെ ഇവർക്ക് തന്നെ നല്ല തല്ലും കുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ എല്ലാ സ്ഥിതിക്ക് മോളെ കൊണ്ട് നോക്കുന്നത് നല്ലത് തന്നെയാണല്ലേ. അപ്പോൾ ആ ഒരു ദേഷ്യത്തിലാണ് കേട്ടോ അവൾ ഇങ്ങനെയും വന്ന് വിളിച്ച് പറയും കാര്യങ്ങളും ചെയ്തിരുന്നത്. ഉമ്മയും തന്നെ അങ്ങനെ തന്നെയാണ്, ഓരോ കാര്യങ്ങളും കുറ്റങ്ങളും ഇതൊക്കെ വന്നുകൊണ്ട് നല്ല പറയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് രണ്ടാളെയും പ്രശ്നം. അവർ ഉമ്മയും മോളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് ആകെ പ്രശ്നങ്ങൾ പിന്നെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ വന്ന് പറയണല്ലേ. എന്തിനു വന്നു? ഇതിനകത്ത് നിരപരാധിയാണ് എന്റെ പാപ്പക്ക് ഒരു റോളും ഇല്ല. ഈ തള്ള ഒറ്റൊരുത്തിയാണ്. നിങ്ങളെ ഈ പ്രാന്ത് കൊണ്ട് തന്നെയാണ് എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. നിങ്ങൾ ചെറുതിലെ ആസിഡ് കുടിച്ചും അത് കുടിച്ചും ഇത് കുടിച്ചും തന്നെയാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ഞാൻ എന്റെ മക്കളെ കൊന്നില്ലല്ല. എന്നിലൊരു അവകാശം ഇല്ലെങ്കിൽ ഞാൻ ജന്മം നൽകിയ പല തന്തയ്ക്ക് പറഞ്ഞെന്നല്ലേ നിങ്ങൾ പറയണം. അപ്പൊ പല തന്തയ്ക്ക് തന്നെ പറഞ്ഞത്. ആ മക്കളെ നിങ്ങൾക്ക് നോക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതൊരു റിയാക്ഷൻ അല്ല. ഇങ്ങനെ ഒരു തള്ളെ ഒരു മോളും ഈ ഭൂമിയിൽ ഉണ്ടാവരുത്. ഞാൻ എത്ര ദിവസം എന്നറിയാമോ വീട്ടിന്റെ മുറ്റത്തിറങ്ങിയിട്ട് ചീത്തവിളി കാണ് ആ സഹിക്കാൻ വേദ മുറ്റം തൂക്കണത്. സത്യം പറയാലേ, ഒന്നീ എന്റെ പ്രമാണം എനിക്ക് എടുത്തു തരണം. ഞാൻ അന്ന് വീട് വെക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞിരുന്നു. ഞാൻ വാടക വീട്ടിൽ 4.5 വർഷം, ഞാൻ ഷംസും 4.5 വർഷം ആ വാടക വീട്ടില്. 2019 നമ്മളെ കല്യാണം. പിന്നെ ഞാൻ പറവുന്ന വീട്ടില് 3 മാസക്കാലം. പിന്നെ താഴെ മിച്ചുമോനെ ആ വീട്ടിൽ വെച്ചാണ് ജന്മം നൽകുന്നത്. നിങ്ങൾ അവിടെയും വരും എനിക്ക് സ്വൈര്യതക്കേടിന്. നിങ്ങളെ മകന്റെ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അവന്ന് പറയുന്നത്. എന്തെല്ലാം പറയണില്ലേ, അവക്ക് തന്നെ നിശ്ചയിലിട്ട് അവൾ എന്തൊക്കെയാ പറയുന്നത് എന്താന്നില്ലത്. ഉമ്മ പറഞ്ഞു 100 ഹസ്ബൻഡ് ഭർത്താക്കന്മാരുണ്ട്, അതിൽ ഇല്ലതാണ് മറ്റേതാ മറിച്ചെന്നൊക്കെയാണ് കേട്ടോ എന്തൊക്കെയാ പറയണില്ലേ. അവരുടെ ഉമ്മയാണെങ്കിലും മോളാണെങ്കിലും നജില്. പിന്നെ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഒന്നും പറയരുത് അല്ലേ. അവർ എത്ര മോശപ്പെട്ടതാണേലും എന്തായാലും സ്വന്തം ഉമ്മയല്ലേ. അപ്പോൾ എന്തായാലും എനിക്ക് പറയല്ലോ എന്ന് വെച്ചാൽ, പിന്നെ വേറൊരു കാര്യം എന്താ പറയല്ലോ വെച്ചാൽ അതിനെ കുറിച്ചിട്ടുണ്ടല്ലോ. അവള് ഒരു വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ വേറൊരു കാര്യം എന്താ പറയലെന്ന് വെച്ചാൽ, ഒരു പ്രസവത്തിനുണ്ടല്ലോ അവർക്ക് പിന്നെ മരുന്ന് വാങ്ങണമെന്നോ മറ്റോ മറിച്ചെന്നൊക്കെ പറഞ്ഞ അവർ പിന്നെ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടുകാണ്ട് അവർ പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതിനെ കുറിച്ചിട്ടുണ്ടല്ലോ ഷെരീഫ് കുറച്ച് പറയുന്നുണ്ട്, ഒന്ന് കേട്ടു നോക്കി. ടൈറ്റിൽ തന്നെ ഉള്ളത് എനിക്ക് നിങ്ങളുടെ സഹായം വേണം, പിന്നെ ഗൂഗിൾ പേ നമ്പർ. ഇനി എന്താ അവൾക്ക് പറയാനുള്ളതെന്ന് അറിയണ്ടേ, അതും കൂടി ഒന്ന് കേട്ടോ. കുറച്ച് ദിവസം ഒരു സമാധാനം ഉണ്ടായിരുന്നു, പിന്നെയും വന്നോളൂ, ഒന്ന് കേട്ടോക്ക. എല്ലാവർക്കും വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് സുഖാണ്. മഴ നല്ല നമുക്ക് ഭയങ്കര മഴയാണ്. പിന്നെ മോൻ എക്സാമിന് പോയി, പള്ളിയിൽ മദ്രസയിൽ പരീക്ഷയാണ്, പരീക്ഷ. പിന്നെ ഞാനൊരു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാല് എന്താണ്, എനിക്ക് പ്രസവിച്ച് കിടക്കാനുള്ള മരുന്നുണ്ടല്ലോ, പ്രസവ രക്ഷാ മരുന്നുകൾ. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാ കഴിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങളോടൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്, സംശയം ചോദിക്കാൻ വേണ്ടി വന്നിക്കുക. കാരണം എന്താ വെച്ചാൽ 5ാമത്തെ പ്രസവമല്ലേ, ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പൊ എന്തെങ്കിലും അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. പിന്നെ ചുക്കാപ്പി ഒരു യൂട്യൂബിലൊക്കെ ഇടും കേട്ടോ, അത് നിങ്ങളെ സഹായമൊന്നും വേണ്ട, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അതുപോലെ യൂട്യൂബിൽ ഇട്ടോളൂ ചുക്കാപ്പി എങ്ങനെ ഇടുക എന്നുള്ളത്. അപ്പൊ അല്ലാത്തതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയിച്ചെങ്കിൽ നിങ്ങളൊന്നാലും പറഞ്ഞു കൊടുത്തത്. അതായത് പിന്നെ ഈ സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കുക, അതിന് പൈസ നമ്മൾ എത്ര വെച്ചാൽ തരാം, പക്ഷെ നമുക്ക് ആരുമില്ല. അപ്പോൾ നിങ്ങൾ ഈ യൂട്യൂബൊക്കെ കണ്ടിട്ടുള്ള ഉമ്മമാര് അത് എങ്ങനെ വെച്ചെങ്കിലും ഒന്ന് അയച്ചു കൊടുത്താൽ മതി. പൈസ എത്ര വെച്ചാൽ നമ്മൾ തരാം, പക്ഷെ നമുക്ക് ആരുമില്ല. ഇത് റിങ്ടോണിന്റെ മാതിരി ഞമ്മക്കാരുമില്ല എന്ന് ഇടക്കിടക്ക് ഇങ്ങനെ 37 പറയുന്നുണ്ട്. ഈ ഞമ്മക്ക് എങ്ങനെ ആരും ഇല്ലാണ്ടായത്? ഇത് നേരെ മറ്റേ ആകാശത്ത് നിന്ന് പൊട്ടി മുളച്ചതാ. ഈ ഞമ്മക്ക് ആരും ഇല്ലാത്തതിന്റെ കഥ എല്ലാവർക്കും അറിയുന്നല്ലേ. അതിപ്പോ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോ ഞമ്മക്ക് ആരുമില്ല, അപ്പൊ നമ്മൾ ആരെങ്കിലും ഒക്കെ ഒന്ന് കൊടുത്തയച്ചിട്ട് സഹായിച്ചു. എന്തായാലും ബാക്കിയും കൂടിയാണ് കേൾക്കാം. ഒരാളെയും കൂടെ നിർത്താനുള്ള സാമ്പത്തിക സ്ത്രീകള് കുഞ്ഞിനെയും എന്നെയും മാത്രമേ നോക്കൂ. അപ്പൊ കുഴപ്പമില്ല, നോക്കണ്ട. ബാക്കി 2 കാര്യം. എന്താ സംഭവം? അതായത് ഇപ്പൊ വരുന്ന പെണ്ണുങ്ങള് എന്നെ കുഞ്ഞിനെ മാത്രമേ നോക്കുള്ളൂ, ഇക്കായെ നോക്കൂലെന്ന്. ഇനി വേറ്റിന് വാർക്കാൻ വരുന്ന മറ്റേ പെണ്ണ് ഇക്കായും നോക്കാ, അന്റെ അയലോക്കാരെയും നോക്കാ. എന്നിട്ട് അതിന് കൊടുക്കാനുള്ള സാമ്പത്തികമല്ല. ഇതാണ് ഇപ്പോൾ ഉള്ള പരാതി. അല്ല ഇവളെ എവിടെയെങ്കിലും പേറ്റിന് വാർക്കാൻ പോയ മറ്റേ പെണ്ണുങ്ങള്
അവിടുത്തെ കെട്ടിയനിൽ നോക്കിയ ചരിത്രം ഉണ്ടോ? ഏതാ വിളേജ് ഒരു പിടുത്തമല്ല പറയണേ. എന്നെ കുഞ്ഞിനെ മാത്രമേ നോക്കുള്ളൂ, കയ നോക്കൂലെന്ന്. ബാക്കി പറയാം. നമുക്ക് അതിന് പറ്റൂല. 1000 രൂപ അവർക്ക് ഫുഡും കൊടുക്കണം. പിന്നെ നമുക്ക് ഈ പ്രസവത്തിന് 40. പിന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും പേറ്റിന് പാർക്കാം പോണെന്നുണ്ടെങ്കിൽ പോകാം. പക്ഷെ കായും കൂടി നോക്കണം. കായ നോക്കാത്ത ഒരാളി അങ്ങോട്ട് അടുപ്പിച്ചൂല. ഇവളാ സെഫീന ബീവിയുടെ അടുക്കളയിൽ കൂടെ PT ഉഷ ഓടുന്ന മാതിരിയാ ഓടുന്നു. ഏത് ആ വളയിലുണ്ടായിരിക്കുന്ന സമയത്ത്. ഇപ്പോൾ അവൾക്ക് BP കൂടുതൽ, ഷുഗർ കൂടുതൽ, പ്രഷർ കൂടുതൽ, പിന്നെന്താ എല്ലാം കൂടുതലാ. കുറവ് വ്യൂസ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ വ്യൂസും കൂടി ആരെങ്കിലും ഒന്നാണ് കൂട്ടിക്കൊടുക്കും. അമ്മായത്തെ സങ്കടമല്ലേ പറയുന്നത്, പാവം. ഓൾക്ക് പള്ളിയിലുണ്ടായ അന്ന് തുടങ്ങിയതാ യൂട്യൂബിന്റെ അംഗം. ഒന്നരാളെ നാട്ടാപ്പായക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ കാണാൻ ഇവല് തെങ്ങും തോപ്പിൽ നിന്ന് തല്ലുകൊടുന്നു. ഇതിന്റെ ഇടയിൽ എപ്പോഴാ ഇതിനൊക്കെ നേരുന്നത്? അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞു പെൺകുഞ്ഞാണെന്ന്. പെൺകുഞ്ഞാണെങ്കിൽ അൽഹംദുലില്ലാ, ആൺകുഞ്ഞാണെങ്കിൽ അൽഹംദുലില്ലാ സന്തോഷം. പെൺകുഞ്ഞാണെങ്കിൽ ഇരട്ടി സന്തോഷമാണ്. പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ എന്താണ് എൻ്റെ പ്രസവത്തിന് വരെ ഞാൻ മറക്കും. കാരണം എനിക്ക് ജീവനാണ് പെൺമക്കളാ. പിന്നെ വേറെന്താണ്, അതുകൊണ്ട് ഈ നമ്മളിപ്പോൾ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഈ പെൺകുഞ്ഞുങ്ങളെ സാധനമൊക്കെ ഇല്ലേ, വളയും മാല അതൊക്കെ കാണുന്ന ആ സെക്ഷനിലോട്ട് ഞാൻ നോക്കാറേ ഇല്ല. ഭയങ്കര വിഷമമാണ്. ഈ ബക്കറ്റും കപ്പും മേടിക്കാൻ കയറിയപ്പോൾ തന്നെ അവിടെ ഇരിക്കണം. അപ്പോഴും എനിക്ക് എൻ്റെ മോളെ ഓർമ്മ വന്നു. ഞാൻ പെട്ടെന്ന് ഇനി വണ്ടിയിൽ കയറി ഞാൻ പറഞ്ഞു ഇക്ക ആവശ്യത്തിനുള്ള സാധനം മേടിച്ചുകൊണ്ട് വരികയെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്താണ് പെൺമക്കളിലാണ്. എനിക്ക് ആൺമക്കളെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം പെൺകുഞ്ഞിനെയാണ്. കാരണം എന്താണെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു മോളെ ഉള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്നെ നിന്ന് ഏതൊക്കെ തട്ടി പറിച്ചോണ്ട് പോയി, എന്തൊക്കെയോ ചെയ്തിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് അതിന്റെ തീരാ ദുഃഖമാണ്. അതിന് പകരം എനിക്കൊരു മകളാ. അതിന് പകരം വെക്കാൻ പറ്റൂല. എന്നാലും ഇവരുടെ തുള്ളിച്ചാടി നടക്കാൻ ഒരു പെൺകുഞ്ഞ് എന്നെങ്കിലും താത്തി എന്ന് പറഞ്ഞ അവളെ ബേക്കിൽ നിന്ന് ഓടുമ്പോ അവളെ മനസ്സെപ്പോഴെങ്കിലും അലിഞ്ഞു വന്നാലാ. അവള് വരൂലെന്ന് എനിക്കറിയാം, പക്ഷെ വന്നാലാ. എന്നിട്ട് അതൊക്കെ അവിടെ നിർത്തിയേക്കാം. ഇപ്പൊ പേറ്റുമരുന്ന് ഞാൻ പ്രസവിച്ച് 2 ഉയിര് പിടിച്ച് കുഞ്ഞിനെ ഒന്ന് കാണണം. എന്തായാലും നിങ്ങളുടെ അടുത്ത് ഇക്ക പറയും, മോനാണെങ്കിലും മോളാണെങ്കിലും. ഇപ്പോഴും പറയുന്നുണ്ട്, എന്താണ്, ഒരുപാട് കമന്റിലൂടെയൊന്നും വേദനിപ്പിക്കരുത്. ആരും വേദനിപ്പിക്കരുത് കേട്ടോ. ഇക്ക പറയും ആൺകുഞ്ഞാണ് പെങ്ങ്. അപ്പൊ പെറ്റിട്ടില്ലേ? പെറുന്നതിന് മുന്നേ പണി ഈ ലേഹ്യത്തിന്റെയും മറ്റേ പച്ചമരുന്നിന്റെയും സഹായ അഭ്യർത്ഥനയൊക്കെ നടത്തിക്കണത്. അത് ശരി, എന്റെ വിചാരം പെറ്റിടക്കാന്നാ. ഇപ്പോഴാ പറയണത് പെൺകുഞ്ഞാണെങ്കിൽ അൽഹംദുലില്ലാ, ആൺകുഞ്ഞാണെങ്കിൽ അൽഹംദുലില്ലാ, ഇനിയും പെൺകുഞ്ഞാണെങ്കിൽ 2 അൽഹംദുലില്ലാ. കാരണം എന്താ, ഇരട്ടി സന്തോഷാണ്. കുട്ടി ഏതാണെങ്കിലും കേടുപാടില്ലാതെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച്, അല്ലാതെ അതിനൊരു അൽഹംദുലില്ല ഇതിനൊരു 1.5 അൽഹംദുലില്ല അതൊന്നും ഒന്നും ആവശ്യമല്ല. ഇപ്പൊ വരുന്നത് ഇപ്പൊ ഇതല്ലേ, ഏത് നിങ്ങളെ അടിയിക്കല്ലേ. മക്കളെ വളർത്തുമ്പോ അവറ്റനെ വെച്ചിട്ട് പിരിവുണ്ടാക്കാനോ മുതലെടുപ്പ് എടുത്താനോ അല്ല മക്കളെ, അവറ്റയുടെ ഭാവി. ഇതൊക്കെ അന്റെ യൂട്യൂബ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയും തുടങ്ങും ലൈവടല്ലേ. ഇതൊക്കെ തുടക്കത്തിൽ തന്നെ ഈ കുട്ടീനെയൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ത്, ഈ സോഷ്യൽ മീഡിയ കൊണ്ടുവരിക, തോന്നിയത് പറയിപ്പിക്കുക, എന്നിട്ട് മസ്റൂഡ് മോൻ നെസ്റൂഡ് മോൻ ഒന്നും തൊള്ളയിൽ കിട്ടാത്ത ചൈന പേര് ആയിപ്പോകും. ഇവരൊക്കെ ആണ് പേരും പറഞ്ഞിട്ട്. ഇപ്പൊ നിന്റെ പെൺകുട്ടിനെ നീ പറഞ്ഞല്ലോ, ഏത് അൽഹംദുലില്ലാ ഒന്നോ നമുക്ക് പോയി, ഇനി ഒരു പെൺകുട്ടി ആയ അതിന് പകരമാകും. എങ്ങനെയാ അറിയോ, ഇതിന്റെ വയസ്സെത്തുന്ന വരെ സംസാരശേഷിയും ബുദ്ധിയും മക്കൾക്ക് വന്നോ, കുട്ടികൾക്ക് തെറ്റ് ശരി തിരിച്ചറിയാനുള്ള നല്ല ബോധമുള്ള കാലത്താണ് ഇന്ന് അവർ ജീവിക്കുന്നത്. ഇജാതി അക്രമങ്ങൾ നിങ്ങൾ രക്ഷിതാക്കളെന്നും പറഞ്ഞിട്ട് ചെയ്ത് കൂട്ടുമ്പോൾ, അതും ഞാൻ ഒരു കാര്യം പറയട്ടെ ലളിതമായിട്ട്, ഉപ്പോളം വെല്ല ഉപ്പിലിട്ടത്. എത്ര വാപ്പയാണ്, വാപ്പയെ പോലെയാണ്, കായാണ്, കേ പോലെയാണെന്നൊക്കെ പറഞ്ഞാലും ശരി, പെൺകുട്ടികളെ ഒരിത്തിരി ഗ്യാപ്പിട്ട് നിർത്തുന്നത് നല്ലതാ. സ്വന്തം എന്താ പറയാ, ഇന്നത്തെ കാലത്ത് ഒരു 85% അല്ലെ 80% സ്വന്തം പിതാക്കന്മാരെ പോലും വിശ്വസിക്കരുതേ എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴാണ് ഈ ഇങ്ങനെ കെട്ടാൻ നടക്കുക. എന്നിട്ട് അന്നെ കെട്ടാനും വേറെ ആളുകളും നടക്കുക. നിങ്ങൾ രണ്ടാളും തന്നെ നേരങ്കത്തിലാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നിങ്ങൾ അടി ഒഴിഞ്ഞോളം മറ്റേ നേരവും കാലമല്ല. എന്നിട്ട് പറയാണ് അവളെനിക്ക് മിസ്സായി, പക്ഷെ അതിന് പകരം 1.5 അൽഹംദുലില്ലാ. ഏത് ആൺകുഞ്ഞാണെങ്കിൽ 1 അൽഹംദുലില്ലാ, പെൺകുഞ്ഞാണെങ്കിൽ 1.5 അൽഹംദുലില്ലാ. കേൾക്കണം നിങ്ങള്, ബെസ്റ്റ് ഫ്രണ്ട്
എന്നാ പോയിക്കോ, പോയി സുഖമായി പ്രസവിക്ക, എന്നിട്ട് വാ. അല്ലാപ്പ എന്താ പറയുന്നില്ലേ? എന്നിട്ട് 1.5 അൽഹംദുലില്ലാഹ് 1 അൽഹംദുലില്ലാഹ് നോക്കാലോ നമുക്ക്. പോട്ടെ. അപ്പോൾ താങ്കൾ കേട്ടല്ലോ ശരി പറയണല്ലേ, ചിരി വഴിയായിട്ടുണ്ട്. അവനെന്താ വീഡിയോ ചെയ്താലും കുറച്ച് കോമഡി ആയിരിക്കും കേട്ടോ, നല്ല രസമാണ് കേൾക്കാനും കാണാനൊക്കെ വേണ്ടിയിട്ട്. കേട്ടിരുന്ന് പോകട്ടോ, അത്രയ്ക്കും രസമാണ്, കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അത് കേട്ട് കുറേ ചിരിച്ചിട്ടോ. അവൻ്റെ വിചാരം അവർ പ്രസവിച്ചിട്ട് അതിൻ്റെ പ്രസവരക്ഷയ്ക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ചോദിക്കുമെന്നാണ് കേട്ടോ അവൻ്റെ വിചാരം. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് പ്രസവിച്ചിട്ടൊന്നുമില്ല, അതിന് മുന്നേ ചോദിക്കലാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ചിരിച്ചിരി വഴിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഒരിക്കലും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.